വഴുതക്കാട് കേരള കഫേ റെസ്റ്റോറന്റ് ഉടമ ജസ്റ്റിൻ രാജ് കൊല്ലപ്പെട്ടത് ജീവനക്കാരുമായുള്ള വാക്കുതർക്കത്തിനൊടുവിലെ ക്രൂരമായ മർദ്ദനമേറ്റെന്ന് റിപ്പോർട്ട്. ജോലിക്ക് എത്താത്തതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായി ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പ്രതികൾ ജസ്റ്റിൻ രാജിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരായ വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി രാജേഷ്, ഡൽഹി സ്വദേശി ഡേവിഡ് ദിൽകുമാർ എന്നിവരെ ചൊവ്വാഴ്ച രാത്രിയിൽ തന്നെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജേഷ് ഹോട്ടലിലെ പാചകക്കാരനും ദിൽകുമാർ വെയിറ്ററുമാണ്. റെസ്റ്റോറന്റിൽ 4 ഉടമകളിൽ ഒരാളായ ഇടപ്പഴഞ്ഞി ശ്രീ ലേനിൽ കീർത്തനം വീട്ടിൽ ജസ്റ്റിൻ രാജ് ചൊവ്വാഴ്ച രാവിലെയാണ് മർദ്ദനമേറ്റ് മരിച്ചത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനായി എത്തിയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. മർദ്ദിച്ച ശേഷം പ്രതികൾ ജസ്റ്റിൻ രാജിനെ കഴുത്തിൽ തുണിമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മർദ്ദനത്തിൽ കഴുത്തിലെയും നെഞ്ചിലെയും അസ്ഥികൾ പൊട്ടുകയും മർദ്ദനത്തിൽ ശരീരമാസകലം മുറിവേൽക്കുകയും ചെയ്തിരുന്നു. മൃതദേഹം മറവു ചെയ്യുവാൻ പ്രതികൾ ശ്രമം നടത്തിയെങ്കിലും ഇത് വിജയിച്ചില്ല. മൃതദേഹം വീടിന് പുറത്തു കൊണ്ടുവന്ന് മെത്ത ഉപയോഗിച്ച് മൂടിയിട്ടു. തുടർന്ന് ജസ്റ്റിൻ രാജിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണവും സ്കൂട്ടറിന്റെ താക്കോലും കൈക്കലാക്കി രക്ഷപ്പെടുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാർക്ക് താമസിക്കുവാൻ ഉടമകൾ എടുത്തു നൽകിയ വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. 2 പ്രതികളും ഒരാഴ്ച മുൻപാണ് ഹോട്ടലിൽ ജോലിക്കായി എത്തിയത്. ഇവർ കൃത്യമായി ജോലിക്ക് എത്തിയിരുന്നുമില്ല. പലപ്പോഴും ജസ്റ്റിൻ രാജ് അന്വേഷിക്കാൻ എത്തുമ്പോൾ ഇവർ മദ്യലഹരിയിലായിരിക്കും. ഇതോടെ ഇവരോട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഹോട്ടലിൽ വൈകി ജോലിക്ക് വരുന്നത് സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. വഴക്ക് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് ജസ്റ്റിനെ ആക്രമിച്ചതെന്നാണ് പ്രതികൾ പറയുന്നത്. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ജസ്റ്റിൻ പറഞ്ഞു. ഇതോടെ ഇവർ അക്രമാസക്തരായി. ജസ്റ്റിനെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയും തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിക്കുകയുമായിരുന്നു. ജസ്റ്റിൻ രാജ് സുഹൃത്ത് സ്റ്റാൻലിയുടെ സ്കൂട്ടറിലാണ് ഇടപ്പഴഞ്ഞിലെ വീട്ടിലേക്ക് പോയത്. ഉച്ചയായിട്ടും തിരികെ എത്താതായപ്പോൾ ഒരു ഹോട്ടൽ ജീവനക്കാരനോടൊപ്പം സ്റ്റാൻലിയും വാടക വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയാണ് വിഴിഞ്ഞം മ്യൂസിയം സ്റ്റേഷനുകളിലെ പോലീസുകാരും ഷാഡോ സംഘവും ചേർന്ന് അടിമലത്തുറയിൽ രാജേഷിന്റെ വീടിന് സമീപത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. ആദ്യം സ്ഥലത്തെത്തിയ വിഴിഞ്ഞം പോലീസ് സംഘത്തെ ഇവർ ആക്രമിച്ചു. പ്രതികളുടെ ആക്രമണത്തിൽ വിഴിഞ്ഞം എസ്.ഐ പ്രശാന്ത്, CPO വിനയൻ, ഹോംഗാർഡ് സുനിൽ എന്നിവരടക്കം 4 പേർക്ക് പരിക്കേറ്റു. തുടർന്ന് ഷാഡോ സംഘം അടക്കം കൂടുതൽ പോലീസ് എത്തിയാണ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയത്. PWD കോൺട്രാക്ടർ കൂടിയായ ജസ്റ്റിൻ രാജ് 8 മാസം മുൻപാണ് കേരള കഫേയുടെ പാർട്ണറായത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 8ഓടെ ഇടപ്പഴഞ്ഞിലെത്തിയ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം നെയ്യാറ്റിങ്കര ഓലത്താനിയിലെ കുടുംബ വീട്ടിൽ സംസ്കരിക്കും. ജസ്റ്റിൻ രാജിന്റെ മരണത്തിനിടയാക്കിയത് അതിക്രൂര മർദ്ദനമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേൽക്കുകയും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. കയർ, തുണി എന്നിവയിൽ ഒന്ന് ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുകളും കഴുത്തിലുണ്ട്. ശക്തമായ ഇടിയിൽ നെഞ്ചിൽ രക്തം കട്ട പിടിച്ച നിലയിലായിരുന്നു. മദ്യലഹരിയിലാർന്ന പ്രതികൾ ജസ്റ്റിന്റെ തല പിടിച്ച് ചുവരിൽ അടിച്ചുവെന്നും കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചുവെന്നും മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. ജീവനക്കാർ ജോലിക്ക് എത്താത്തത് അന്വേഷിച്ച് ഇവരുടെ താമസ സ്ഥലത്തെത്തിയ ജസ്റ്റിൻ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. ജോലിക്ക് എത്താത്തതിന്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടുവാനും വാടക വീട്ടിൽ നിന്ന് പുറത്താക്കുവാനും തീരുമാനിച്ചതിനുള്ള പകയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ചൊവ്വാഴ്ച ഏകദേശം രാവിലെ 8 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. രാവിലെ 6 മണിയോടെ ജസ്റ്റിൻ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ രാജേഷും ഡേവിഡും ജോലിക്ക് കയറിയിരുന്നില്ല. 8 മണിയായിട്ടും കാണാതായതോടെയാണ് ഇടപ്പഴഞ്ഞിൽ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോയത്. ഡേവിഡും രാജേഷും ഉൾപ്പെടെ 3 ജീവനക്കാർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. ഇവരെ മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ കണ്ടതോടെ ജസ്റ്റിൻ ക്ഷുഭിതനായി. ഇനി ജോലിക്ക് വരരുതെന്നും ഉടൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. തുടർന്ന് വാക്കേറ്റം രൂക്ഷമായതോടെ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തേക്ക് പോയി. ഡേവിഡിന്റെയും രാജേഷിന്റെയും സാധനങ്ങൾ ജസ്റ്റിൻ പുറത്തേക്ക് വാരിയിട്ടു. ഇതിൽ പ്രകോപിതരായ ഇരുവരും ജസ്റ്റിനെ ആക്രമിക്കുകയായിരുന്നു. ജസ്റ്റിനെ മുറിയിലിട്ട് ക്രൂരമായി അടിച്ച സംഘം കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചുവെന്ന് ഉറപ്പായതോടെ മൃതദേഹം വീടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്തേക്ക് എത്തിച്ചു. തുടർന്ന് മൃതദേഹം പായ് കൊണ്ട് മൂടിയ സംഘം ജസ്റ്റിന്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് പോയി. ജസ്റ്റിൻ രാജിന്റെ ATM കാർഡ് കൈക്കലാക്കി പണം എടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇത് നടന്നില്ല. വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ചു കിട്ടിയ പണവുമായി ഒളിവിൽ പോകുവാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ജസ്റ്റിനും കുടുംബവും 25 വർഷം മുൻപാണ് ഇടപ്പഴഞ്ഞിൽ താമസം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന അദ്ദേഹം ടാക്സി സർവീസ് ബിസിനസ്സും നടത്തിയിരുന്നു. ഒരു വർഷം മുൻപാണ് 3 സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ തുടങ്ങിയത്.
രാവിലെ പതിവായി ഹോട്ടൽ തുറക്കുന്നതും നോക്കി നടത്തുന്നതും ജസ്റ്റിനായിരുന്നു. ജോലിക്കാർ തുടർച്ചയായി അവധിയെടുക്കുന്നതും മദ്യപിച്ച് വീട്ടിൽ കിടക്കുന്നതും ഹോട്ടലിന്റെ പ്രവർത്തനത്തെ സാരമായി തന്നെ പ്രതിസന്ധിയിലാക്കി. രാജേഷിനെയും ഡേവിഡിനെയും വിളിക്കുവാൻ ഹോട്ടലിലെ മാനേജറുടെ ബൈക്കിലായിരുന്നു ജസ്റ്റിൻ പോയത്. ഏറെ നേരമായിട്ടും തിരികെ വരാതായപ്പോൾ ജസ്റ്റിൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് ഹോട്ടലിലെ മറ്റു ജീവനക്കാരും മാനേജറും കരുതിയിരുന്നത്. ഉച്ച കഴിഞ്ഞും ജസ്റ്റിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ സഹോദരൻ സുനിൽ രാജിനെ മാനേജർ വിവരമറിയിച്ചു. ജീവനക്കാരുടെ വാടക വീട്ടിൽ അന്വേഷിച്ചെത്തിയ സഹോദരൻ ജസ്റ്റിൻ സഞ്ചരിച്ച ബൈക്ക് അവിടെ കാണാത്തതിനാൽ തിരികെ പോയി. പിന്നാലെ ജസ്റ്റിന്റെ വീട്ടിലെത്തി. പോലീസിൽ പരാതി അറിയിച്ച ശേഷം വാടക വീട്ടിൽ വീണ്ടും എത്തി പരിശോധിച്ചപ്പോഴാണ് അടുക്കളയ്ക്ക് സമീപം ജസ്റ്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജസ്റ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നേപ്പാൾ സ്വദേശി ഡേവിഡ് വധശ്രമവും മോഷണക്കേസും അടക്കമുള്ള ഒട്ടേറെ ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. രാജേഷ് ബോക്സിംഗ് താരമാണ്. ഇയാളുടെ ഇടിയിലാണ് ജസ്റ്റിൻ രാജിന്റെ പരിക്കുകൾ കൂടുതലുണ്ടായത്. നെഞ്ചിന്റെ എല്ലിന് പൊട്ടലും രാജേഷിന്റെ ഇടിയിൽ സംഭവിച്ചതാണ്. ഡേവിഡ് എറണാകുളം, കോവളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണം, അടിപിടി കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പൂജപ്പുര ജയിലിൽ 30 ദിവസത്തെ റിമാൻഡ് ശിക്ഷയ്ക്ക് ശേഷമാണ് ഇടപ്പഴിഞ്ഞിലെ ഹോട്ടലിൽ ജോലിക്കായി എത്തിയത്. ഫേസ്ബുക്കിലെ പരസ്യം കണ്ടായിരുന്നു ഡേവിഡ് ജോലിക്കായി ഇവിടെ സമീപിച്ചത്. ജോലിക്ക് കയറിയ ദിവസം മുതൽ മറ്റു ജീവനക്കാരോടും കടയിലെത്തുന്നവരോടും തട്ടിക്കയറുക പതിവായിരുന്നു. ഇയാൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലും കേസുകളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഡേവിഡിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പലതും വ്യാജമാണെന്ന് പോലീസ് സംശയിക്കുന്നു. നേപ്പാളിലെ വിലാസവും ക്രിമിനൽ കേസ് വിവരങ്ങളും അന്വേഷിക്കുവാൻ നടപടികൾ ആരംഭിച്ചു. രാജേഷിനെതിരെ വിഴിഞ്ഞത്ത് നേരത്തെ തന്നെ കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഡേവിഡിനെയും രാജേഷിനെയും വിഴിഞ്ഞം പോലീസ് അടിമലത്തുറയിൽ നിന്ന് പിടികൂടിയത് അതീവ സാഹസികമായാണ്. രാജേഷിന്റെ ആക്രമണത്തിൽ വിഴിഞ്ഞം SI ഉൾപ്പെടെ 4 പോലീസുകാർക്കാണ് സാരമായി പരിക്കേറ്റിരുന്നത്. കടിച്ചും യൂണിഫോമിൽ നിന്ന് നെയിം പ്ലേറ്റ് പിടിച്ചെടുത്ത് പോലീസുകാരുടെ ശരീരത്തിൽ കുത്തിയുമായിരുന്നു ആക്രമണം. വേദന സഹിച്ചും ആക്രമണം ചെറുത്തുമാണ് 3/4 മണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിനൊടുവിൽ സംഘം പ്രതികളെ കീഴ്പ്പെടുത്തിയത്. പോലീസുകാരെ ആക്രമിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തതിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി വിഴിഞ്ഞം SHO R പ്രകാശ് അറിയിച്ചു. വിഴിഞ്ഞം SI M പ്രശാന്ത്, CPOമാരായ വിനയൻ, അനന്തു, ഹോംഗാർഡ് സുനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അനന്തുവിന് തോളിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൾ അടിമലത്തറ ഭാഗത്തുണ്ടെന്ന രഹസ്യ സന്ദേശവും ഫോട്ടോ ലഭിച്ചതിനെ തുടർന്നാണ് SI ഉൾപ്പെട്ട സംഘം ചൊവ്വാഴ്ച രാത്രി സ്ഥലത്തെത്തിയത്. തങ്ങളെ കണ്ട ഉടൻ രാജേഷ് ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഷോൾ ഉപയോഗിച്ച് പ്രതിയെ കെട്ടിയിട്ട പോലീസ് പിന്നാലെ വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ അകത്തെ മുറിയിൽ അലമാരയ്ക്കുള്ളിൽ ഒളിച്ച നിലയിലായിരുന്നു ഡേവിഡിനെ കണ്ടെത്തിയത്. ഇയാളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇത് അപകടത്തിൽ പറ്റിയതാണെന്ന് ഡേവിഡ് അറിയിച്ചു. വിഴിഞ്ഞത്തെത്തിച്ച പ്രതികളെ മ്യൂസിയം പോലീസിന് കൈമാറി. ജസ്റ്റിൻ രാജിന്റെ ഭാര്യ അജിത റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. മകൻ ഡോക്ടർ കിരൺ ദുബായിലാണ്. മരുമകൾ സോഫിയ ദുബായിലാണ്. മുൻ ജയിൽ സൂപ്രണ്ട് പരേതനായ സെൽവരാജ് പിതാവും CPM മുൻ ജില്ലാ സെക്രട്ടറി M സത്യനേശൻ ഭാര്യ പിതാവുമാണ്.